ഇസ്രായേലിൻ്റെ ടെല്ലവീവിലും മറ്റ് പ്രധാന സെൻട്രൽ ഇസ്രായേലിലെ നഗരങ്ങളിൽ ആക്രമിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് ഹൈഫയിലെ പവർ സ്റ്റേഷൻ ആക്രമിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഹൈഫയിലെ പവർ സ്റ്റേഷൻ ഹൂത്തികൾ ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തിരിക്കുന്നു. ഇസ്രായേൽ എപ്പോഴും പറയുന്നത് പോലെ തങ്ങൾ അതിനെ തടഞ്ഞു, പ്രതിരോധിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് വെറും വാക്കാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പിന്നീട് വരുന്നത്. ഹൂത്തികളുടെ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പവർ സ്റ്റേഷൻ തകർന്നിരിക്കുന്നു. ഹൈഫക്ക് നേരെ കൃത്യമായ ആക്രമണം ഹൂത്തികൾ നടത്തിയിരിക്കുന്നു. ഹൂത്തികൾ ഇതിനുശേഷം ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനത്തെ കളിയാക്കി പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. നിങ്ങളുടെ പ്രതിരോധ സംവിധാനം ഞങ്ങളുടെ ബലിസ്റ്റിക് മിസൈലുകൾ തടുക്കാൻ പോന്നതല്ല എന്ന് പറയുന്നു. അങ്ങനെ ഇസ്രായേലിലേക്ക് കടുത്ത ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തുകയാണ്. ഒന്നിനു പുറകെ ഒന്നായ ആക്രമണങ്ങൾ വരുന്നു. എവിടെയും സൈറൻ മുഴങ്ങുന്നു. സെൻട്രൽ ഇസ്രായേലിലും ഹൈഫ ഉൾപ്പെടെയുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി ഹൂത്തികളുടെ ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രം ഇസ്രായേലിന് സാധിക്കുന്നു, തിരിച്ചടിക്കാൻ കഴിയുന്നില്ല. അതിനിടയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധി വീണ്ടും അവസാനമായി ഹൂത്തികളെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇനിയൊരു വെല്ലുവിളി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നടപടികൾ തന്നെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഹൂത്തികൾ അതൊന്നും കാര്യമാക്കുന്നില്ല. അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹൂത്തികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഈ ഹിസ്ബുള്ളയും ഹമാസും ഇറാനും അല്ല ചിത്രത്തിൽ. ഹൂത്തികൾ ഇസ്രായേലിലേക്ക് കൃത്യമായ ആക്രമണം നടത്തുന്നു. ബലിസ്റ്റിക് മിസൈലുകൾ നോർത്തേൺ ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലെ വിറപ്പിച്ചിരിക്കുന്നു. ഹൈഫയിൽ പവർ സ്റ്റേഷൻ, ഇസ്രായേലിൻ്റെ ആയുധപ്പുരകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ബലിസ്റ്റിക് മിസൈലുകളെ തടയാനുള്ള ശേഷി ഇസ്രായേലിനില്ല എന്നുള്ളത് ലോകത്തെ മുഴുവൻ ഹൂത്തികൾ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതും ഇത് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട്. മാത്രമല്ല ഇപ്പോൾ ബൈഡൻ ഗവൺമെൻറ് 20-ാം തീയതി, അതായത് ജനുവരി 20-ാം തീയതി അധികാരത്തിൽ നിന്ന് മാറുന്നതിന് മുൻപായിട്ട് കോടിക്കണക്കിന് അമേരിക്കൻ ഡോളറിൻ്റെ ആയുധ ഇടപാടുകൾ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നടന്നിരിക്കുന്നു. കാരണം ട്രംപ് വന്നാൽ ആയുധം നൽകില്ല. അമേരിക്കയുടെ പണം ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കോ വേണ്ടി നൽകാൻ ട്രംപ് പണ്ടേ തയ്യാറല്ല. അതുകൊണ്ട് ട്രംപിൻ്റെ വരവിന് മുൻപ് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിക്കുക, ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുക എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേലും വന്നിരിക്കുന്നു. ബൈഡൻ സഹായിച്ചതുപോലെ ട്രംപ് സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു സൂചനയും ഇതിലുണ്ട്. ഏതായാലും ഹൈഫ നഗരം ഉൾപ്പെടെയുള്ള സെൻട്രൽ ഇസ്രായേലിലെയും മറ്റ് ഇടങ്ങളിലെയും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. സൈറൻ മുഴങ്ങുമ്പോൾ ബങ്കറുകളിൽ ഒളിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി ഇസ്രായേലികൾ മാറുന്നു. ആക്രമണം ഗസയിലും റഫയിലും ബൈറൂത്തിലും മാത്രമല്ല, വേണ്ടി വന്നാൽ ഹൈഫയിലും ഇസ്രായേലിലും ടെല്ലവീവിലും എല്ലായിടത്തും ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഹൂത്തികൾ പറയുന്നു, വെല്ലുവിളിക്കുന്നു. ഹൂത്തികളുടെ സാങ്കേതികവിദ്യ ചൈനയാണ് ഹൂത്തികൾക്ക് നൽകിയതെന്നുള്ള ആരോപണവുമായി ഇസ്രായേലും അമേരിക്കയും വന്നിട്ടുണ്ട്. ചൈന തങ്ങളെ തകർക്കാൻ വേണ്ടി ഹൂത്തികൾക്ക് ആയുധം നൽകുന്നു എന്ന് പറയുന്നു. പക്ഷേ ചൈന സാങ്കേതികവിദ്യയും സ്പെയർ പാർട്സുമാണ് നൽകുന്നതെന്നും ഹൂത്തികൾ തദ്ദേശീയമായി ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാദവും അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേലിൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും.